പത്തനംതിട്ട കലഞ്ഞൂർ കൊന്നേലയത്തെ മാടപ്പാറ എന്ന പ്രദേശത്താണുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഭീതിയോടെ അല്ലാതെ ആശങ്കയോടെ അല്ലാതെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതാ ഈ കാണുന്ന സബ് കനാലിന് കീഴിലാണ് ഏതാണ്ട് 9ഓളം വീടുകൾ, നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്തെ 9ഓളം വീടുകൾ, അവിടെയുള്ള ആളുകൾ താമസിക്കുന്നത്. എപ്പോഴും സദാസമയവും ഇങ്ങനെ വെള്ളം ചോർന്നൊലിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. കനാലിൽ ആകെ ഈ ചെടി ഒക്കെ പടർന്നു പിടിച്ച് ആ കോൺക്രീറ്റ് പാളികളൊക്കെ അടർന്നു മാറിയ തരത്തിലേക്കുള്ള ആ പ്രതിസന്ധി നമുക്ക് കാണാൻ കഴിയുന്നു. ഏതാണ്ട് ഇത് പണി കഴിപ്പിച്ച 75-ന് ശേഷം അറ്റകുറ്റപ്പണികൾ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ജനപ്രതിനിധികളൊക്കെ നമ്മോട് പറയുന്നത്. പരാതി ഒരുപാട് പ്രാവശ്യം പരാതി കൊടുത്തതാണ്. KAPയുടെ ഒരു അനാസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നത്. ഒരു 35-40 കൊല്ലമായി ശരിക്കും ഇത് നിർമ്മാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഇതിനൊരു മെയിൻ്റെനൻസോ മറ്റു കാര്യങ്ങളോ ഇതുവരെയായിട്ട് നടത്തിയിട്ടൊന്നുമില്ല. ഇത് കടന്നു പോകുന്ന ഏതാണ്ട് 1 കിലോമീറ്ററിനകത്തുള്ള പ്രദേശമുണ്ട്. അവിടെ എല്ലാം കൂടി ഒരു 16-17 വീടുകൾ, കുടുംബങ്ങളുണ്ട്. അവരെല്ലാം ഈ വലിയ ആശങ്കയിൽ തന്നെയാണ്. ആ വീടിന് മുകളിലേക്കൊക്കെ വെള്ളം ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. ഇത് തൊട്ട് മുകളിൽ അക്വഡക്റ്റ് ആണ്. ഇത് കാണാനും ഇവിടെ കുളിക്കാനും എത്തുന്ന ആളുകളുണ്ട്. അവിടെ കുളിക്കരുത് എന്ന കർശനമായ നിർദ്ദേശമുള്ള ബോർഡ് ഉണ്ടെങ്കിൽ പോലും പല ആളുകളും അതിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതിലേക്ക് ഇറങ്ങുമ്പോഴുള്ള പ്രശ്നം ഒന്ന് ഇതിന് ബലക്ഷയമുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് ഈ കൈവരി ഇല്ലാതെയാണ് ഈ സബ് കനാൽ ഇങ്ങനെ കടന്നു പോകുന്നത്. ഇവിടെ താഴേക്ക് വീണ് അപകടമുണ്ടാകുന്ന ഒരു കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടതാണ്. പല ചെറുപ്പക്കാർ ഇതിൻ്റെ മുകളിൽ കുളിക്കാൻ വന്നിട്ട് വീണ് സാരമായ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ മാസം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള അവസ്ഥ ഉണ്ടായി. നിരന്തരമായിട്ട് ഇങ്ങനെ അപകട സാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിൽ സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇവിടെ നിരന്തരം വരുന്നുണ്ട്, കുളിക്കാൻ വരുന്നുണ്ട്, ഇത് സന്ദർശിക്കാൻ വരുന്നുണ്ട്. വീടിൻ്റെ അടിത്തറ പോലും ബലക്ഷയം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മണ്ണൊലിച്ചു പോകുന്നുണ്ട്. അതായത് ഈ പ്രദേശത്തെ മണ്ണ് മുഴുവൻ ഒലിച്ചു പോവുകയാണ്. സദാസമയം വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. മഴക്കാലമായാലും പ്രതിസന്ധി രൂക്ഷമാണ്. അതുകൊണ്ട് അടുത്ത മഴക്കാലം എത്തും മുൻപെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയും അപേക്ഷയുമാണ് ഈ കുടുംബങ്ങൾക്കുള്ളത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.